സൗദി അറേബ്യ, ജപ്പാൻ, ചൈന, ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങളിൽ എന്തിനാണ് വധശിക്ഷ വിധിക്കുന്നത്, അതുപോലെ തന്നെ വധശിക്ഷ നടപ്പിലാക്കുന്ന രീതികൾ എന്താണ് എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. നമ്മുടെ ലിസ്റ്റിൽ ഒന്നാമതായി വരുന്നത് സൗദി അറേബ്യ. ഏകദേശം ഒരു വർഷത്തിൽ 185ഓളം വധശിക്ഷകളാണ് സൗദി അറേബ്യയിൽ നടപ്പിലാക്കുന്നത്. ഇത്തരത്തിൽ തന്നെ എന്ത് രീതിയിലാണ് അവർ വധശിക്ഷകൾ നടപ്പിലാക്കുന്നത് എന്ന് നോക്കാം. വെടിവെച്ച് കൊല്ലുക, അതുപോലെ തന്നെ കല്ലെറിഞ്ഞു കൊല്ലുക, അതുപോലെ തന്നെ വാളി വെച്ച് അവരുടെ തലയറുത്ത് കൊല്ലുക എന്ന രീതിയിലാണ് അവിടെ വധശിക്ഷകൾ നടപ്പിലാക്കി വരുന്നത്. ഇത്തരത്തിൽ തന്നെ അവിടെ ടെററിസം, അതുപോലെ തന്നെ നെക്കോട്ടിസം തുടങ്ങിയ ഈ കാര്യങ്ങൾക്കെല്ലാം അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒന്നെങ്കിൽ വാളി വെച്ച് അവരെ തല വെട്ടിക്കൊല്ലും, അതുപോലെ തന്നെ അല്ലെങ്കിൽ അവരെ വെടിവെച്ച് കൊല്ലുക എന്ന രീതിയിലാണ് അവരെ പ്രധാനമായിട്ട് നടത്തിക്കൊണ്ടുവരുന്ന വധശിക്ഷ രീതി എന്ന് പറയുന്നത്. അടുത്തതായിട്ടുള്ള അവിടെ വധശിക്ഷക്ക് വിധിക്കാവുന്ന കാര്യം എന്ന് പറയുന്നത്, അതായത് വിവാഹം കഴിച്ചതിന് ശേഷം വേറെ ആളുമായിട്ട് റിലേഷൻഷിപ്പിൽ ഏർപ്പെടുക, അതുപോലെ തന്നെ വ്യഭിചാരം തുടങ്ങിയ കാര്യങ്ങൾക്കാണ് അടുത്ത വധശിക്ഷയും കാര്യങ്ങളും വിധിക്കാറുള്ളത്. ഇത്തരത്തിൽ തന്നെ ഇവരെ വധശിക്ഷ നടപ്പിലാക്കുന്നത് കല്ലെറിഞ്ഞ് കൊല്ലുക എന്ന തരത്തിലുള്ള വധശിക്ഷയും കാര്യങ്ങളുമാണ് ഇവർക്കെതിരെ നടപ്പിലാക്കി കൊണ്ടുവരുന്നത്. ഇത്തരത്തിൽ തന്നെ ഇസ്ലാമിൽ നിന്നും പുറത്തു പോകുന്ന ആളുകളെയും അവിടെ വധശിക്ഷയ്ക്ക് വിധേയമാക്കാറുണ്ട്. ഇത്തരത്തിൽ തന്നെ നമ്മുടെ അടുത്തതായി നോക്കാൻ പോകുന്നത് ജപ്പാനെയാണ്. ജപ്പാനിൽ ഏകദേശം ഒരു വർഷം 5ഓളം ആളുകളെയാണ് വധശിക്ഷയ്ക്ക് നടപ്പിലാക്കി വരുന്നത്. ഇത്തരത്തിൽ തന്നെ അവർ മരണപ്പെടുന്നത് അവർക്ക് ഏതാനും മണിക്കൂർ മുമ്പ് മാത്രമേ അവർക്ക് മനസ്സിലാവുകയുള്ളൂ. അവരുടെ ഫാമിലിക്കാണെങ്കിലോ ഇവരെ വധശിക്ഷ നടപ്പിലാക്കിയതിന് ശേഷം മാത്രമേ ഇന്ന വ്യക്തിയെ വധശിക്ഷയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട് എന്ന കാര്യങ്ങളൊക്കെ അവരുടെ ഫാമിലിക്ക് അറിയിപ്പും കാര്യങ്ങളും ലഭിക്കുകയുള്ളൂ. ഇത്തരത്തിൽ തന്നെ എന്ത് രീതിയിലാണ് അവർക്ക് വധശിക്ഷയും കാര്യങ്ങളും നടപ്പിലാക്കുന്നതെന്ന് നോക്കാം. ഇത്തരത്തിൽ തന്നെ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് നടക്കുന്നതോടെ തന്നെ അവരെ തൂക്കിക്കൊല്ലുകയാണ് പ്രധാനമായിട്ട് ജപ്പാനിൽ ചെയ്തു വരുന്ന പ്രധാനമായിട്ടുള്ള ഒരു രീതി എന്ന് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ എന്ത് കുറ്റകൃത്യം ചെയ്താലാണ് അവർക്ക് വധശിക്ഷ ജപ്പാനിൽ വിധിക്കുക എന്ന കാര്യം കൂടി നമുക്ക് നേരെ നോക്കാം. രാജ്യത്തിന് എഗൻസ്റ്റായി പ്രവർത്തിക്കുക, അതുപോലെ തന്നെ സംസ്ഥാനങ്ങൾക്ക് എഗൻസ്റ്റായി പ്രവർത്തിക്കുക, ടെററിസം, അതുപോലെ തന്നെ നെക്കോട്ടിസം തുടങ്ങിയ കാര്യങ്ങൾക്കാണ് ജപ്പാനിൽ വധശിക്ഷ വിധിക്കാറുള്ളത്. ഇവിടെ ഏകദേശം കുറച്ച് സമയം പെൻഡിങ് ആയി നിൽക്കുകയും ചെയ്യാറുണ്ട്. ഇത്തരത്തിൽ തന്നെ നമ്മൾ അടുത്തതായി നോക്കാൻ പോകുന്നത് ചൈനയാണ്. ചൈനയിൽ ഏകദേശം ഒരു വർഷം വധശിക്ഷ നടപ്പിലാക്കുന്നത് 1000-ൽ പരം ആളുകൾക്കാണ് വധശിക്ഷ നടപ്പിലാക്കുന്നത്. ടെററിസം, അതുപോലെ തന്നെ രാജ്യത്തിൽ നുഴഞ്ഞു കയറുക, ആർമിയിൽ നിന്ന് അവരെ അറിയിക്കാതെ വിട്ടുപോവുക, അതുപോലെ തന്നെ നെക്കോട്ടിസം, അതുപോലെ തന്നെ ഹൈജാക്കിങ്, അതുപോലെ തന്നെ അവിടെ അഴിമതിയും കാര്യങ്ങളും ചെയ്യുന്ന ആളുകൾക്കും എതിരെ തന്നെ അവിടെ വധശിക്ഷയും കാര്യങ്ങളും വിധിക്കാറുണ്ട്. ഇത്തരത്തിൽ തന്നെ അവിടെ മുൻകാലങ്ങളിൽ ഭരിച്ചിരുന്ന ഒരാളെ $17.3 മില്യൺ ഒരാളെ കയ്യിൽ നിന്ന് കൈക്കൂലി വാങ്ങിക്കുകയാണ്. അത് ഗവൺമെന്റിന് തിരികെയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇദ്ദേഹത്തിനെ തൂക്കിക്കൊല്ലുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ ആ രാജ്യത്തിലെ പ്രധാനമായിട്ടുള്ള ഒരു ബില്യണറായ പണക്കാരനും ഇത്തരത്തിൽ തന്നെ വേറെ ആളുടെ കയ്യിൽ നിന്ന് കൈക്കൂലിയും കാര്യങ്ങളും വാങ്ങിക്കുകയും ചെയ്തു. ഇത്തരത്തിൽ തന്നെ അദ്ദേഹത്തിന് അവിടെ തൂക്കിക്കൊല്ലുകയാണ് ചെയ്തത്. ഏറ്റവും കൂടുതൽ പണവും കാര്യങ്ങളും ഉള്ള ആളുകൾക്ക് അവിടെ വിലയും കാര്യങ്ങളൊന്നും കൊടുക്കില്ല. അവിടെ എല്ലാവർക്കും നിയമം ഒരുപോലെ തന്നെയാണ്. അടുത്തതായി നമുക്ക് നോക്കാൻ പോകുന്നത് നമ്മുടെ രാജ്യമായ ഇന്ത്യയിൽ എന്ത് തരത്തിലുള്ള രീതിയിലാണ് വധശിക്ഷ നടപ്പിലാക്കുന്നത്, അതുപോലെ തന്നെ ആരെയൊക്കെയാണ് വധശിക്ഷയ്ക്ക് വിധേയമാക്കുന്നത് എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. പ്രധാനമായിട്ട് വധശിക്ഷയ്ക്ക് വിധേയമാക്കപ്പെടുന്ന ആളുകൾ എന്ന് പറയുന്നത് റേപ്പ് ചെയ്ത ആളുകളെ കൊല്ലുക, അത്തരത്തിൽ തന്നെ കൊലപാതകം, അതുപോലെ തന്നെ ടെററിസം, നെക്കോട്ടിസം തുടങ്ങിയ കാര്യങ്ങൾക്കാണ് ഇവർക്കെല്ലാവർക്കും വധശിക്ഷ വിധിക്കാറുള്ളത്. ഏത് തരത്തിലാണ് വധശിക്ഷ വിധിക്കുന്നത് എന്ന് നോക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ പ്രധാനമായും നടത്തിക്കൊണ്ടുവരുന്ന ഒരേ ഒരു രീതി മാത്രമേ ഉള്ളൂ: ആളുകളെ തൂക്കിക്കൊല്ലുക എന്ന തരത്തിലാണ് നമ്മളെ ഇന്ത്യയിലും വധശിക്ഷയും കാര്യങ്ങളും നടപ്പിലാക്കി കൊണ്ടുവരുന്നത്. ഇത്തരത്തിൽ തന്നെ ഇവർക്ക് എല്ലാവർക്കും വധശിക്ഷയും കാര്യങ്ങളും വിധിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മളെ മുൻകാലങ്ങളിലെ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയും പല ആൾക്കാർ റേപ്പ് ചെയ്ത് കൊന്നിട്ടും അതുപോലെ തന്നെ കൊലപാതകം ചെയ്ത ആളുകൾക്കും വധശിക്ഷ പിന്നീട് വിധിക്കും. പിന്നീട് മനുഷ്യാവകാശ കമ്മീഷൻ തുടങ്ങിയ മേഖലകളെല്ലാം പറഞ്ഞുകൊണ്ട് തന്നെ പിന്നീട് ഇയാളെ വധശിക്ഷ എടുത്തു മാറ്റുകയും പിന്നീട് ഇയാൾക്ക് കുറച്ചു കാലം ജയിലിൽ കിടക്കാൻ വേണ്ടി കോടതി വിധി പ്രഖ്യാപിക്കും. ഒന്നെങ്കിൽ ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കാൻ, അല്ലെങ്കിൽ ഒരു ജീവപര്യന്തം, അത് കഴിഞ്ഞതിന് ശേഷം ജാമ്യം കൊടുക്കുകയും ചെയ്യും. പിന്നീട് ദയാ ഹർജി എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ഇയാൾക്ക് ജാമ്യം ലഭിക്കുകയും ചെയ്യും. ഇത്തരത്തിൽ തന്നെ റേപ്പ് ചെയ്ത് കൊന്നാലും, അതുപോലെ തന്നെ സാധാരണ രീതിയിൽ കൊന്നാലും, അതുപോലെ തന്നെ പല തരത്തിൽ കൊലപാതകം കാര്യങ്ങളും ചെയ്താലും ഇത്തരത്തിൽ തന്നെ നമ്മളെ ഇന്ത്യ മഹാരാജ്യത്ത് ഇത്തരത്തിൽ തന്നെ ജാമ്യത്തിൽ ഇറങ്ങി വരാൻ പറ്റുമെന്ന കാര്യമാണ് ഒന്ന് എന്ന് പറയപ്പെടുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയപ്പെടുന്നത് 2003 200-ൽ പരം ആളുകൾക്കാണ് വധശിക്ഷയും കാര്യങ്ങളും വിധേയമാക്കിയിട്ടുള്ളത്. ഇത്തരത്തിൽ തന്നെ ഇവരാരും വധശിക്ഷയ്ക്ക് വിധേയമാക്കിയിട്ടില്ല എന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മുടെ ലിസ്റ്റിൽ രണ്ടാമതായി നിൽക്കുന്നത്. ഇവരെ എല്ലാവരും തന്നെ ഒന്നെങ്കിൽ ഇവർക്ക് എല്ലാവരും ശിക്ഷാ കാലാവധിയും കാര്യങ്ങളും വെട്ടിക്കുറക്കും, അല്ലെങ്കിൽ ഇവർക്ക് എല്ലാവർക്കും എത്തരത്തിൽ തന്നെ ദയാർജി കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ പല ആളുകൾക്കും ജാമ്യം കാര്യങ്ങൾ ലഭിക്കുകയും ചെയ്യും.
ഇന്ത്യയിൽ തന്നെ വധശിക്ഷ നടപ്പിലാക്കണമെങ്കിൽ അപൂർവങ്ങളിൽ ഒന്നാണ്. വധശിക്ഷയുടെ വിധിയും കാര്യങ്ങളും വിധിക്കണമെങ്കിൽ തന്നെ ഇത് വളരെയധികം ലേറ്റ് ആയതിനു ശേഷം മാത്രമേ വധശിക്ഷയും കാര്യങ്ങളും വിധിക്കാറുള്ളൂ. ഈ തരത്തിൽ തന്നെ വധശിക്ഷയും കാര്യങ്ങളും ചെയ്യണേ തന്നെ ഇത് വളരെയധികം ലേറ്റ് ആയിട്ട് മാത്രമേ ഇന്ത്യയിൽ സംഭവിക്കാറുള്ളൂ. എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇതിലും നല്ല വീഡിയോയുമായി വരാമെന്ന പ്രതീക്ഷയോടെ സൈനിങ് ഓഫ്. ഇറ്റ്സ് മീ അഫ്രാദ്.